ഹലോ ഗായ്സ്, ഇത് പാർട്ട് 3 ആട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, കുറച്ച് ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഞാൻ 3 മിനിറ്റിനാണ് ഇടാറ് കേട്ടോ. അപ്പോൾ ഓളെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തപ്പോൾ ഓളെ റിയാക്ഷൻ ആണ് ഗായ്സ്. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഓളെപ്പോഴും മഴ ആകുമ്പോൾ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ ഞാൻ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം അവൾ തലക്കോട് തരുന്നുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കുറേ നേരമായി കേട്ടോ. അപ്പോൾ ഈ ബാഗിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാലോ എന്ന് പറഞ്ഞപ്പോൾ ഓൾ വേഗം പറഞ്ഞതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിഫു ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിഫു നീനുൻ്റെ ബാഗൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ദേഷ്യമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങിയോണ്ട് വലിയ സുഖമാണ്. ഇന്നാളെൻ്റെ പെയിൻറ്റ് ഇതുപോലെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു ഗൃതിയുള്ള ഒരാളാണ് കേട്ടോ. നല്ല മഴയാണ് ഗൈസ് ഇവിടെ. നല്ല മഴ ഉണ്ടായിരുന്നു, പിന്നെ പോയതാണ് കേട്ടോ. ഇത് ഞാനിപ്പം ചായ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കി വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കളറ് ആ കോള ബാഗ് ഇടുന്നതുകൊണ്ട് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ട്, കുറച്ച് നോട്ട്ബുക്ക്. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിനും നോട്ട്ബുക്ക് ഉണ്ടാവും. 6 നോട്ട്ബുക്ക് ആവശ്യമുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് കിട്ടണമെങ്കിൽ സ്കൂളിലായിട്ട് വന്നാൽ പോകുന്നുണ്ടോ. സ്കൂൾ തുറക്കാനായിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കും. അപ്പോൾ ഓളെ നോട്ട്ബുക്കെല്ലാം ഇട്ട ശേഷം പിന്നെ എനിക്ക് എന്താ പറയുക, ബുക്ക് പൊതിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കഥ ആ പൊതിയായിട്ട് ഇഷ്ടം. ഞാൻ എല്ലാ പ്രാവശ്യം തന്നെ ഇടാറുള്ളത്. ഇതൊക്കെ മദ്രസക്കുള്ളതാണ് കേട്ടോ, മദ്രസിൻ്റെതാണ്. ഓക്കെ അപ്പോൾ ഓള് കുറേ നേരം ഞാൻ കാണിച്ചപ്പോൾ ഓള് കുറച്ച് ദേഷ്യം കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ മിച്ചറും ചായയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ 4 നോട്ട്ബുക്കാണ് അവൾക്ക് മദ്രസയിൽ ആവശ്യമുള്ളത്. അപ്പോൾ കുറച്ച് താഴെ വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവൾക്ക് എടുത്തു. അതെല്ലാം ഓളായിട്ട് ബുക്കായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ജിബും പൊട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സിബുള്ള ബാഗാണ് ഇത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വാങ്ങുമ്പോൾ പോക്കുണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിയത്. എനിക്ക് പ്രാവശ്യം ഒന്നും പറ്റിയിട്ടില്ല ഇതിന്. മറ്റേതോളം ചെറുത് വാങ്ങിയോണ്ട് പിന്നെ എനിക്ക് ഇടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് പുതിയത് വാങ്ങിയത്. പിന്നെ ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടൊക്കെ വേറെ പുതിയ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 9 പുസ്തകത്തിന് ആവശ്യമുണ്ട്. അതൊക്കെ അയക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറ്റാനാണ് ആയിട്ട്. അപ്പോൾ 1, 2 ശതം തന്നെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. ടീച്ചർ വിട്ടിരുന്നു കേട്ടോ. 9 എണ്ണം മതി. ആർട്ടോ വർക്ക് എന്നുള്ളൊരു 2 വിഷയം ആയിക്കിട്ടാൽ മതി. എനിക്ക് പിന്നെ ഞാൻ ക്ലാസ്മേറ്റിൻ്റെ വലിയ നോട്ട്ബുക്കാണ് വാങ്ങിയത്. പിന്നെ എനിക്ക് കുറേ ദിവസം ഉണ്ടാവും. ഒക്കെ വലുത് വാങ്ങിയാൽ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പൊതിഞ്ഞാൽ മതിയല്ലോ. കുറച്ച് കഴിഞ്ഞിട്ടല്ലേ സ്കൂൾ തുറക്കുള്ളൂ. അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് പൊതിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒക്കെ ഭയങ്കര ദേഷ്യമുണ്ട്. എൻ്റെ ഇടുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതൊക്കെ അയക്കിടുന്നത് നല്ല വെയിറ്റുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. 9 നോട്ട്ബുക്കും 10 ടെക്സ്റ്റ് ബുക്കും ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം സിബ് പൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ഒക്കെ ഞാൻ ചായ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.